Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അർബൻ ക്രൂസർ ടൊയോട്ട അർബൻ ക്രൂസറിന്റെ സീറ്റ് കവർ MLF ഫ്ലോർ മാറ്റ് അതേപോലെ തന്നെ ഹോൺ ഈ മൂന്ന് കാര്യം ഇൻസ്റ്റാളേഷൻ ആണ് നമ്മൾ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മിക്കുള്ളവർ ചോദിക്കണം ഡെയിലി വീഡിയോസ് ഇടാത്തതിന്റെ റീസൺ ഒക്കെ ചോദിക്കണം. അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് മെയിനായിട്ടും എന്നും സീറ്റ് കവർ MLF ഇത് തന്നെയാണ് ഡെയിലി കണ്ടൻസ് ആയിട്ടുള്ളത്. മിക്കുള്ള വണ്ടികൾ നമ്മൾ വീഡിയോസ് ചെയ്ത വണ്ടികൾ വീഡിയോസ് കണ്ടതിന് ശേഷം കസ്റ്റമർ വന്ന് അതേ വർക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്നും കാണുമ്പോൾ എല്ലാവർക്കും ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡെയിലി വ്ലോഗ്സ് ഇപ്പം നേരെ നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല കമ്പനി കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ വീഡിയോസ് ആക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അർബൻ ക്രൂസർ സീറ്റ് കവർ MLF ചെയ്തൊരു വീഡിയോസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്തു വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഇത് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ അർബൻ ക്രൂസറാണ്. അർബൻ ക്രൂസറിനകത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സീറ്റ് കവർ, പിന്നെ നമ്മൾ ഫ്ലോർ മാറ്റാണ് MLF ഫ്ലോർ മാറ്റാണ് ചെയ്യാനുള്ള. വണ്ടി ഓട്ടോമാറ്റിക്കാണ്. ഇതിനകത്ത് നമുക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ ഓയിൽ ഫിറ്റ്മെൻ്റ് ആണ് നമ്മളെ ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ബാക്ക് ആംബ്രസ്റ്റ് വെളിയിൽ കാണിച്ചുള്ള രീതിയിലാണ് നമ്മളെ ഓയിൽ ഫിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ഓയിൽ സീറ്റ് വരുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും നമ്മളെ സീറ്റ് കവറും നമ്മൾ ചെയ്യാറ്. അതാണ് ഓയിൽ ഫിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് സീറ്റ് കവർ MLF മാത്രമാണ് ഉള്ളത്. അപ്പം മിക്കുള്ളൊരു വീഡിയോസ് ആണ് മിക്കുള്ള ഡെയിലി വീഡിയോസ് ഇടാത്ത എന്തെന്നൊക്കെ ചോദിക്കാറുണ്ട്. മിക്കുള്ള ദിവസം സീറ്റ് കവറും ഈ MLFും ഈ ഫോഗ് ലാമ്പ് ഇൻസ്റ്റാളേഷനും സ്റ്റീരിയോസും ആൻഡ്രോയിഡൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ടൊരു കണ്ടന്റ് കിട്ടാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു വീഡിയോസ് ഇടാത്ത. ഡെയിലി വ്ളോഗ്സ് എന്നും കാണുന്ന നിങ്ങൾ തന്നെ എന്നും സീറ്റ് കവറും MLF മാത്രം ചെയ്യുന്നൊരു വീഡിയോസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കായാലും ബോറടിക്കും. അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഷെയിം പോലെ അവിടെ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സീറ്റെല്ലാം ഫുള്ള് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കിടക്കുന്ന സാധനമാണ് നമ്മളെ MLF മാറ്റ്. ഇത് നമ്മളെ പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ റബ്ബറും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു ഫാബ്രിക് ഐറ്റമാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതേപോലെ ഒരു കൊച്ചു ചാക്കിനകത്ത് ചവിട്ടി കൂട്ടിയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 4290 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതേപോലെ ഇതാണ് കേട്ടോ നമ്മളെ സീറ്റ് കവർ. നാപ്പാന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഇതിപ്പോൾ നിങ്ങൾ ഇതിനകത്തിപ്പം പ്ലെയിനായിട്ട് നമ്മളിപ്പം സീറ്റിലൊന്നും ഇൻസ്റ്റാൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തായിരിക്കും ഇത് ഇച്ചിരി ലുക്ക് ആവുക. കാര്യം നാപ്പ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. നാപ്പയിൽ തന്നെ ഒരു 3-4 ടൈപ്പ് വരുന്നുണ്ട്. ക്യാപ്റ്റൻ നാപ്പ വരുന്നുണ്ട്, പക്ക ഒറിജിനൽ നാപ്പ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറാഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനകത്ത് ഇപ്പം നാപ്പ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് മേടിച്ചത്. അത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കാര്യം ഇതിൻ്റെ ഗ്രേഡിനൊക്കെ ഒരുപാട് ഡിഫറൻ്റ് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മൾ സീറ്റ് കവർ എങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ സീറ്റ് കവർ ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ ഒരു തവണ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എങ്ങനെ ഇടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇട്ടുണ്ട്. ഒന്നുകിൽ നമ്മളിവിടെ ഈ സീറ്റ് കവറിനെ റിമൂവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ സീറ്റ് കവറിൻ്റെ പുറത്തോടെ ജസ്റ്റ് ഇടാൻ പറ്റും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോർഷനിലെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ക്ലിപ്പ് ചെയ്ത് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ റാഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് നൂലിന് വലിച്ച് കെട്ടാറ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ സീറ്റ് കവർ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു പക്ക പെർഫെക്ഷൻ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ നമ്മൾ ക്ലിപ്പ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സീറ്റ് റിമൂവ് ചെയ്തിട്ട് ചെയ്താൽ പക്ക ഫിനിഷ് ആയിട്ട് തന്നെ കിടക്കും. അങ്ങനെയും കൂടെ ഉണ്ട് കേട്ടോ ഈ സംഭവത്തിനകത്ത്. അപ്പോൾ നമ്മൾ MLF മാറ്റ് ഇടാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ വണ്ടി ഫുള്ള് സെറ്റ് അഴിച്ചിറക്കിയിട്ടുണ്ട്. അതേപോലെ മുമ്പ് നമ്മൾ ഡാഷ്ബോർഡ് കൺസോളൊക്കെ അഴിച്ചിറക്കും. ഇപ്പോൾ കൺസോൾ ജസ്റ്റ് ഒന്ന് പൊക്കിയ വയ്ക്കുന്ന രീതിയിൽ മാത്രമേ. കാര്യം ഇപ്പം മുമ്പ് നമുക്ക് ഓരോ ഡാഷ്ബോർഡ് അടിച്ചാൽ ഫുള്ള് സെൻറ്റർ പീസ് ഉൾപ്പെടെ നമുക്ക് കട്ട് പീസ് അല്ലാതെ ഒറ്റ ഷീറ്റായിട്ട് തോന്നുന്നുണ്ട്. ഇതിനകത്ത് സെൻറ്റർ പീസ് ഇപ്പോൾ കട്ടിങ്ങിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പീസിനെ ഫുള്ള് അഴിച്ചിറക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വലിച്ച് ടൈറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഹൈബ്രിഡിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ട് റിമൂവ് ചെയ്യണം. ചെയ്യാം. അതായത് വയർ ഡിസ്കണക്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 3 ബോൾട്ട് മാത്രം റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ MLF ഫ്ലോർ മാറ്റ് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ. കണ്ടോ. അപ്പം ബ്രസ്സയും അതേപോലെ തന്നെ നമ്മളെ അർബൻ ക്രൂസറും സെയിം ആണ്. ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. നമ്മുടെ ഫ്ലോർ തമ്മിൽ സെയിം മാറ്റാണ് വരുന്നത്. എല്ലാം സെയിം ടു സെയിം തന്നെയാണ്. ഒരു വ്യത്യാസമില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചെറിയ സൈഡിലൊക്കെ ചെറിയ രീതിയിൽ ചുളുക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടോ. ഇതൊക്കെ ചെറിയ ചുളുക്കുണ്ട്. ഇതൊക്കെ നമുക്ക് മാറുന്നത്. ഈ സൈഡിലെ പീസൊക്കെ കറക്റ്റായിട്ട് ഇതേ ലെവലിൽ തന്നെ ഒരു 2 മാസം കഴിയുന്നത് പക്കയായിട്ട് തന്നെ നിൽക്കും കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അത് പക്ക ഗ്യാരണ്ടിയാണ്. കാര്യം നമ്മൾ ഈ ഒരു ചാക്കിനകത്ത് ഇത് കൊണ്ടുവരികയാണ്. കാര്യം ഇത് ചെറിയൊരു ചാക്കിനകത്ത് ഇത്രയും വലിയൊരു സാധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചുളുക്കും കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. മുമ്പ് വന്നുകൊണ്ടിരുന്ന വലിയ ബോക്സിലായിരുന്നു. പക്ഷേ അത് നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് ഷോപ്പിനുള്ളിലൊന്നും അധികം വെക്കാറില്ല. മാക്സിമം ഒരു 5 അല്ലെങ്കിൽ 6 പീസ് വെക്കാൻ നേരം വലിയൊരു കാർട്ടുണ്ടായി. കാരണം അതുകൊണ്ടാണ് അവർ ഈ ഒരു ചാക്ക് ടൈപ്പിലോട്ട് തന്നെ മാറ്റിയത് കേട്ടോ. MLF ഉണ്ടല്ലോ, ഇത് വെള്ളം പോലും ഇതിൻ്റെ അടിയിൽ പോകത്തില്ല. ഞാനൊരു നേരത്തെ ഒരു പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ട് ബ്രസ്സയ്ക്കകത്ത്
ചെയ്തതിന് ശേഷം ഇതേപോലെ വെള്ളം ഒഴിച്ച് ഫുള്ള് വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിനകത്ത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു. വെള്ളം ഒഴിച്ചതിന് ശേഷം അതേപോലെ വിനയലിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അടിയിൽ പോകുന്നത് ആ വെള്ളം അടിയിലേക്ക് പിടിക്കുന്നതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ. ഇപ്പോൾ അർബൻ ക്രൂസറിനകത്ത് നമ്മൾ സീറ്റ് കവറും അതേപോലെ MLF ഫ്ലോർ മാറ്റിൻ്റെ വർക്ക് ടോട്ടലി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കോഫി ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത്. അതായത് കോഫി ബ്രൗൺ നമ്മൾ ഫ്രണ്ടിലും അതേപോലെ ബാക്ക് സൈഡിനകത്ത് നമ്മൾ ബ്ലാക്കും ആണ് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അതിനകത്ത്. അപ്പോൾ സെൻറ്റർ ബാർ ആൻഡ് ഡയമണ്ട് കട്ടിങ് സ്റ്റിച്ചിങ് ആണ് നമ്മൾ ചെയ്തത്. നോർമൽ ഒരു സീറ്റ് കവർ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വേറെ നമ്മൾ ഹെവി ആയിട്ട് സീറ്റ് കവർ ചെയ്തിട്ടില്ല. കാര്യം ഒറിജിനൽ സീറ്റ് കവറിനെ നിർത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് റിമൂവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്യണമെങ്കിൽ പക്ക ഫിനിഷ് ആയിരിക്കും നമ്മൾ സീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനേക്കാളും ടൈമും എല്ലാം കൂടുതലാണ് അതിന് വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനകത്ത് ബാക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓയിൽ ഫിറ്റ്മെൻറ്റ് ടൈപ്പാണ്. ഇതിൻ്റെ ബാക്ക് ചാരും അതേപോലെ ആംബ്രസ്റ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാര്യം എന്താ, ഇതാണ് നമ്മുടെ ആംബ്രസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ആംബ്രസ്റ്റ് നമ്മൾ ഒറിജിനൽ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിനകത്തും ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. അല്ലാതെ നമ്മൾ ചെയ്യാൻ നേരത്ത് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഇതേപോലെ ഒരു സിബ് ഇട്ടതിന് ശേഷം ഇതൊരു കവറാണ്. സിബ് മേഖലയിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ആ ഒരു പാക്കറ്റ് മേളിലോട്ട് മാറ്റിന് ശേഷം അകത്തുനിന്ന് നമ്മൾ ആംബ്രസ്റ്റ് എടുക്കുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ മാറ്റിന് ശേഷം നമ്മൾ ഓയിൽ ഫിറ്റ്മെൻറ്റ് ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ എല്ലാ വണ്ടിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മിക്കവാറും വിളിച്ചിട്ട് ചോദിക്കേണ്ട ആംബ്രസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആംബ്രസ്റ്റ് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പുതിയ സീറ്റ് മേടിച്ച് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് വേറൊരു സത്യം കേട്ടോ അതിനകത്ത്. വേറെ നിങ്ങൾ ചെയ്യാൻ നേരത്ത് അതിനകത്ത് സീറ്റ് കവർ ചെയ്യണം. അപ്പോൾ വണ്ടിക്കകത്ത് ഫുള്ളായൊരു സീറ്റ് കവർ ചെയ്യേണ്ടി വരും. അങ്ങനെ വരാൻ നേരത്ത് നല്ല റെസ്പോൺസ് വരും. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിൽ തന്നെ ഓർഡർ ചെയ്ത് ഈ സീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ വണ്ടിക്കകത്ത്. അല്ല വേറെ ഓൾട്രേഷൻ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഇൻസ്റ്റാൾ ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് കേട്ടോ അതിനകത്ത് വർക്കാനുള്ളത്. പിന്നെ ഇതിനകത്തൊരു ഹോൺ ചേഞ്ച് ചെയ്യണം പറഞ്ഞാൽ ഹോണിൻ്റെ നോർമൽ ഹോണാണ്. അതുകൂടെ നമുക്ക് അതിനകത്ത് ചേഞ്ചസ് ആയിട്ടുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ടോട്ടലി ഫിനിഷ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അർബൻ ക്രൂസറിനകത്ത് ഹോണും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനി ഹോണാണ് കേട്ടോ. ഇത് നിക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ ഈ ഹോൺ വന്നിരിക്കുന്നത്. ഇത് ടൊയോട്ടയുടെ ഒറിജിനൽ ഹോണാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നിക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഈ ഹോണ്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ടാണ് നമ്മളിതാ ഈ ഒരു HOD എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ഹോൺ നമ്മൾ സെറ്റ് ചെയ്യണം. ഇത് ചെറിയൊരു ഹോണാണ്. അതേപോലെ തന്നെ നമ്മളെ HOD ഉണ്ട്. ഇത് 6 month വാറണ്ടിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഹോണിന് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരാൻ നേരത്ത് 1349 രൂപയാണ് പ്രൈസ് വരുന്നത്. 6 month വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോണും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കമ്പനി ഹോൺ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് റീപ്ലേസ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് കമ്പനി ഹോൺ റിമൂവ് ചെയ്യുക, നമ്മൾ ഈ ഒരു HOD എന്ന ബ്രാൻഡിൻ്റെ ഹോൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോണൊന്ന് അടിച്ച് ഏൽപ്പിച്ചുതരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ശബ്ദം. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും കേട്ടോ, നമ്മളെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.